നമുക്കിന്ന് വീട്ടിൽ തന്നെ എങ്ങനെ നല്ല ഈസി ആയിട്ട് തന്തൂർ റൊട്ടി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാവേ. നല്ല അടികട്ടിയുള്ള തവയോ സ്റ്റീലിൻ്റെ അലൂമിനിയത്തിൻ്റെയൊക്കെ തവയുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് നോൺ സ്റ്റിക്ക് തവ പറ്റത്തില്ലേ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് തന്തൂർ റൊട്ടിയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും കുക്കുംബറും മിൻറ്റ് ലീഫും ഒക്കെ ചേർത്ത് നല്ലൊരു റൈത്തയുടെ റെസിപ്പിയാണ്. കണ്ടാലോ. മൈദയുടെ പൊടി ഞാൻ 250 ml കപ്പിന് ഒരു 4 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ സെയിം റെസിപ്പി ആട്ടയിലും ചെയ്യാം, പക്ഷെ ടേസ്റ്റ് മൈദയ്ക്കാണ് കേട്ടോ. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. ആ പൊടി എല്ലാ ഭാഗത്തും എത്തട്ടെ, സോഡാപ്പൊടിയും ബേക്കിംഗ് പൗഡറും ഒക്കെ. അതിലോട്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, ചെറിയ ചൂടുള്ള പാൽ 1.5 കപ്പ്. നമ്മൾ വിരൽ തൊട്ട് ചൂട് കാണണേ. ചെറിയ ചൂടുള്ള പാൽ 1.5 കപ്പ്, ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് തൈര്. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇത് വെച്ച് വേണം പൊടി കുഴയ്ക്കാൻ. ആദ്യം തന്നെ ഈ തൈരിൻ്റെയും പാലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് ആ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതി നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കത്തില്ലേ, അതുപോലെ ഒന്ന് നനച്ച് കൊടുക്കണം. എന്നിട്ട് ഇച്ചിരി നമ്മൾ ആ പാലിൻ്റെ മിക്സ് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് വേണം അത് കുഴച്ചെടുക്കാൻ. മൈദയല്ലേ, അപ്പം നല്ലപോലെ ഒന്ന് അയച്ചെടുക്കണേ. ഒരു 5-6 മിനിറ്റ് നല്ലപോലെ ഇത് അയക്കണം. കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് 2 കൈയും വെച്ച് അയച്ചെടുത്തേ പെട്ടെന്ന് അയഞ്ഞ് കിട്ടും കേട്ടോ. മാവ് നല്ല സോഫ്റ്റാവും. ഞാനൊരു 5-6 മിനിറ്റ് നല്ലപോലെ അയച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു നനഞ്ഞ തുണി വെച്ച് മൂടി നല്ലപോലെ കവർ ചെയ്തിട്ട് 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കാവേ. 1 മണിക്കൂർ അതങ്ങനെ ഇരുന്നോട്ടെ. ഇത്രയും മിക്സ് ബാക്കിയുമുണ്ട്. കണ്ടില്ലേ, 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും മാവെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കാം. ഒത്തിരി വലുത് വേണ്ട, ഒരു മീഡിയം ടൈപ്പ് ബോൾസ് ഉണ്ടാക്കിയിട്ട് ബാക്കി മാവ് ആ നനഞ്ഞ തുണിയിൽ തന്നെ അടച്ചു വെക്കണേ. ഇനി എളുപ്പമാണ്. നല്ലപോലെ ഒന്ന് പരത്തി മൈദാപ്പൊടിക്കോ ആട്ടപ്പൊടിക്കോ മുക്കി നല്ല രീതിയിലൊന്ന് പരത്തി എടുക്കണേ. ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയിട്ട് ഞാൻ കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഈ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇച്ചിരി ഒന്ന് ഇതുപോലെ ഇട്ട് ആ റോളർ പിൻ വെച്ചൊന്ന് പരത്തി അതങ്ങ് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡില്ലേ, അതിലോട്ട് നല്ലപോലെ വെള്ളം ഇങ്ങനെ തേച്ച് കൊടുക്കണം. കണ്ടില്ലേ, വെള്ളം നല്ലപോലെ തൂത്തിട്ട് നല്ല ചൂടായി കിടക്കുന്ന സ്റ്റീലിൻ്റെ പാനാണ്, നല്ല അടികട്ടിയുള്ള പാനാണ്. അതിലോട്ട് ആ നനഞ്ഞ ഭാഗം ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇട്ട ഉടനെ കണ്ടില്ലേ നല്ല വീർത്ത് വന്നില്ലേ, അപ്പോൾ അത് ഒട്ടിപ്പിടിച്ചോളൂ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കമത്തി വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് സ്പീഡിലാവേ. തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. കണ്ടില്ലേ, അപ്പോൾ തന്നെ അത് ബ്രൗണായി. ഇനി ഒന്ന് തിരിച്ച് അത് പാൻ കണ്ടില്ലേ, ഇത് വെച്ച് നമ്മൾ എടുക്കുമ്പോൾ പെട്ടെന്ന് ഇളകി വരും. ഈസി ആയിട്ട് അത് ഇളകി വരും. അതിൻ്റെ ബാക്ക് വശമൊക്കെ ഉണ്ടോ, ഇച്ചിരി ഒരു ബ്രൗൺ കൂടിപ്പോൾ ഇത്ര ആക്കണ്ട. അടുത്തതും കാണിച്ചു തരാവേ. നെക്സ്റ്റ് റൊട്ടി കണ്ടില്ലേ, തീ കുറച്ചിട്ടിട്ട് നമ്മൾ കമത്തി വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ, എളുപ്പമല്ലേ. അതൊന്ന് നല്ലപോലെ അയച്ചെടുക്കേണ്ട താമസമേ ഉള്ളൂ. പിന്നെ എല്ലാം എളുപ്പമോ, പെട്ടെന്നാവും. നമ്മളങ്ങ് ഒത്തിരി തിന്നത്തുമില്ല. ഒരാൾ ഒരെണ്ണമൊക്കെ മാക്സിമം തിന്നത്തുള്ളൂ, കൂടി വന്നാൽ 2 എണ്ണം. വല്ലപ്പോഴും ഒക്കെ ഒരു ചേഞ്ച് നല്ലതല്ലേ. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു തൈരാണ്, നല്ല ഒരു തൈര്. ഉപ്പ്, ചെറിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, 3-4 വെളുത്തുള്ളി ചതച്ചതാണ്. ഇത് പുതിന ഇല ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുക്കുംബറിനെ ഞാൻ തൊലി കളഞ്ഞ് കണ്ടില്ലേ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, മറ്റേ ഗ്രേറ്ററി വെച്ച്. പിന്നെ തൈര് അങ്ങോട്ട് ഒഴിച്ചിട്ട് ഉപ്പും 1 ടീസ്പൂൺ ചെറിയ ജീരകവും 2-3 വെളുത്തുള്ളി ചതച്ചതും നല്ലപോലെ മിക്സ് ചെയ്ത് ആ കുക്കുംബർ ഗ്രേറ്റ് ചെയ്തത് ഇട്ട്
പുതിന ഇലയും കൂടി ഇട്ടാൽ കഴിഞ്ഞു. ഈസി അല്ലേ? ഇതുവരെ ഇങ്ങനെ റൈത്ത ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഭയങ്കര ടേസ്റ്റ്. പ്രത്യേകിച്ച് ഈ തന്തൂർ റൊട്ടി, റുമാലി റൊട്ടി, ചപ്പാത്തി, വേണമെങ്കിൽ ബിരിയാണിക്കും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സോഫ്റ്റ് തന്തൂർ റൊട്ടിയും അത് തൈരിലോട്ട് മുക്കി സൂപ്പർ ടേസ്റ്റിയാണ്. ചിക്കൻ കറിയും വേണ്ട, ബീഫ് കറിയും വേണ്ട. ശരിക്കും ഇത് തന്നെ നല്ലൊരു ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു.